നമസ്കാരം. സ്വാതന്ത്ര്യദിനം കഴിഞ്ഞു. പക്ഷേ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളെ ചുറ്റിപ്പറ്റിയ രാഷ്ട്രീയ ചൂട് കേരളത്തിൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഒരു ദേശീയ ഗാനം കേരളത്തിലും ദേശീയ തലത്തിലും ഇത്ര വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ നിലപാടിനെതിരെ BJP ശക്തമായി രംഗത്തെത്തിയത്? AICC ആസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ ആലപിച്ച സംഭവത്തിൽ നേതാക്കളുടെ പ്രതികരണവും അതിനു പിന്നാലെ കോൺഗ്രസ് നേതാവ് രാജു P. നായർ നടത്തിയ പരാമർശവും എന്താണ് സൂചിപ്പിക്കുന്നത്? അതേസമയം കേരളത്തിൽ സർക്കാർ പരിപാടികളിലെ വന്ദേമാതരം സംബന്ധിച്ചുണ്ടായ ആശയക്കുഴപ്പവും എന്തായിരുന്നു? കേരളത്തിലെ വിവാദത്തിന് തുടക്കം കുറിച്ചത് സർക്കാർ പരിപാടികളിലെ വന്ദേമാതരം ആലാപനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളിലാണ്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി സർക്കാർ പരിപാടികളിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ പുറത്തുവന്നിരുന്നു. എന്നാൽ പിന്നീട് സർക്കാർ ഭാഗത്തുനിന്ന് തന്നെ ആദ്യ 2 ചരണങ്ങൾ മാത്രം ആലപിക്കുമെന്ന നിലപാട് ഉയർന്നു. ആരോഗ്യമന്ത്രി K. മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കേരളത്തിലെ നിലവിലുള്ള പ്രോട്ടോകോൾ തുടരുമെന്നും ആദ്യ 2 ചരണങ്ങൾ മാത്രമായിരിക്കും ആലപിക്കുകയെന്നും വ്യക്തമാക്കി. ഇതോടെ ചോദ്യമുയർന്നു. ഒരു സർക്കുലർ പറയുന്നത് മറ്റൊന്ന്, മന്ത്രിമാർ പറയുന്നത് മറ്റൊന്ന്. സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ നിലപാട് എന്താണ്? ഇതാണ് BJP രാഷ്ട്രീയവുമായി ഏറ്റെടുത്ത ആദ്യ വിഷയം. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് ആരോപിക്കുന്നത് വന്ദേമാതരം സംബന്ധിച്ച നിലപാടിന് പിന്നിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയമെന്നാണ്. മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഭയന്നാണ് സർക്കാർ പൂർണ്ണ വന്ദേമാതരം ഒഴിവാക്കുന്നതെന്നാണ് BJPയുടെ ആരോപണം. ഈ ആരോപണം രാഷ്ട്രീയമായും ശക്തമായ ഭാഷയിലുമാണ് BJP ഉന്നയിക്കുന്നത്. ഇതിനെതിരെ വെള്ളിയാഴ്ച സംസ്ഥാനത്തെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ വന്ദേമാതരം സദസ്സുകൾ സംഘടിപ്പിക്കുമെന്ന് BJP പ്രഖ്യാപിച്ചിരുന്നു. 30 സംഘടനാ ജില്ലകളിലും പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പാർട്ടി അറിയിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ചരിത്രം കൂടി പരിശോധിക്കേണ്ടത്. വന്ദേമാതരത്തിന്റെ ആദ്യ 2 ചരണങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന കോൺഗ്രസ് നിലപാട് പുതിയതായി രൂപപ്പെട്ടതല്ലെന്നാണ് കോൺഗ്രസ് പറയുന്നത്. 1937 കോൺഗ്രസ് പ്രവർത്തക സമിതി തീരുമാനത്തെ അടിസ്ഥാനമാക്കിയാണ് പാർട്ടി പരിപാടികളിൽ ആദ്യ 2 ചരണങ്ങൾ മാത്രം ആലപിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം. പിന്നീട് ഈ നിലപാട് കോൺഗ്രസ് ആവർത്തിച്ചു. വന്ദേമാതരത്തിന്റെ ചില പിന്നീടുള്ള ചരണങ്ങളിൽ മതപരമായ പരാമർശങ്ങൾ ഉള്ളതിനാൽ അവയെക്കുറിച്ച് ചരിത്രപരമായി ചില വിഭാഗങ്ങളിൽ എതിർപ്പുണ്ടായിരുന്നുവെന്നും അതിന്റെ പശ്ചാത്തലത്തിലാണ് 1937 തീരുമാനം ഉണ്ടായതെന്നുമാണ് വിശദീകരണം. ചരിത്രപരമായ ഒരു തീരുമാനത്തെ ഇന്നും അതേപടി തുടരണമോ? അല്ലെങ്കിൽ ഇന്നത്തെ ദേശീയ സാഹചര്യത്തിൽ ദേശീയ ഗാനത്തിന്റെ പൂർണ്ണ രൂപത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമോ? ഇതിനിടെയാണ് ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷം വിവാദത്തിന് പുതിയ വഴിത്തിരിവ് നൽകിയത്. വന്ദേമാതരത്തിന്റെ പൂർണ്ണ രൂപം അവിടെ ആലപിക്കപ്പെട്ടു. എന്നാൽ ആദ്യ 2 ചരണങ്ങൾക്ക് ശേഷം നിർത്താൻ നേതാക്കൾ ആവശ്യപ്പെടുന്നതായി ദൃശ്യങ്ങളിൽ കാണാമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ആലാപനം തുടർന്നതോടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും അസ്വസ്ഥത പ്രകടിപ്പിച്ചുവെന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു. ഇവിടെയാണ് BJP ചോദ്യം ഉയർത്തിയത്. രാജ്യത്തിന്റെ ദേശീയ ഗാനമായ വന്ദേമാതരത്തിന്റെ പൂർണ്ണ രൂപം ആലപിക്കുന്നതിൽ എന്താണ് പ്രശ്നം? എന്നാൽ കോൺഗ്രസ് പറയുന്നത് പാർട്ടി പരിപാടികളിൽ ആദ്യ 2 ചരണങ്ങൾ മാത്രം ആലപിക്കണമെന്നത് അവരുടെ പ്രഖ്യാപിത തീരുമാനമാണെന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ദേശീയതയുടെ ചോദ്യം മാത്രമല്ലെന്നും പാർട്ടി പ്രോട്ടോകോളിന്റെ വിഷയമാണെന്നും കോൺഗ്രസ് വാദിക്കുന്നു. വിവാദത്തിന് മറ്റൊരു ശ്രദ്ധേയമായ വശം കോൺഗ്രസ് നേതാവ് രാജു P. നായരുടെ പ്രതികരണമാണ്. AICC ആസ്ഥാനത്തെ സംഭവിച്ചത് ഗുരുതരമായ സംഘടനാ പിഴവാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒരു കോൺഗ്രസുകാരൻ എന്ന നിലയിൽ രാജ്യത്തോട് മാപ്പ് ചോദിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നേതാക്കളുടെ ഇടപെടലിൽ നിന്ന് പാർട്ടിയുടെ വന്ദേമാതരം നിർബന്ധിച്ച് നിലപാട് വ്യക്തമാക്കുന്നുവെന്നും സംഘടനയിലെ വീഴ്ച അക്ഷന്തവ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ പ്രതികരണമാണ് വിവാദത്തിന് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം നൽകിയത്. കാരണം പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് ഒന്നായിരിക്കുമ്പോൾ ഒരു നേതാവ് തന്നെ സംഭവത്തിൽ രാജ്യത്തോട് മാപ്പ് പറയുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത് സ്വാഭാവികമായും ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഈ പ്രതികരണമാണ് വിവാദത്തിന് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം നൽകിയത്. കാരണം പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് ഒന്നായിരിക്കുമ്പോൾ ഒരു നേതാവ് തന്നെ സംഭവത്തിൽ രാജ്യത്തോട് മാപ്പ് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത് സ്വാഭാവികമായും ചോദ്യങ്ങൾ ഉയർത്തും. ഇത് വെറും സംഘടനാ പിഴവായിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിലെ തന്നെ ആശയക്കുഴപ്പത്തിന്റെ പ്രതിഫലനമായിരുന്നു? ചർച്ച ഇവിടെ നിന്നാണ് ശക്തമാകുന്നത്. ഈ വിവാദം BJPക്ക് രാഷ്ട്രീയമായി വലിയ അവസരമാണ് നൽകുന്നത്. കാരണം BJP വളരെ ലളിതമായ ഒരു രാഷ്ട്രീയ സന്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ദേശീയ ചിഹ്നങ്ങളുടെ വിട്ടുവീഴ്ച പാടില്ല. വന്ദേമാതരത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം BJP ദേശീയതയുടെ വിഷയമാക്കി അവതരിപ്പിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും കോൺഗ്രസിന്റെ 2 ചരണ നിലപാടിന് രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. BJP ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഡൽഹിയിൽ ഉയർന്ന വിവാദം കേരളത്തിലും രാഷ്ട്രീയ പ്രചരണ വിഷയമാവുകയാണ്.
ഇതിന്റെ അടുത്ത ഘട്ടമായാണ് കേരളത്തിലെ ജില്ലാ കേന്ദ്രങ്ങളിലും BJPയുടെ വന്ദേമാതര സദസ്സുകളെ കാണേണ്ടത്. എന്നാൽ ഒരു രാഷ്ട്രീയ വിശകലനത്തിൽ നിന്ന് BJPയുടെ വാദം മാത്രം കേൾക്കുന്നത് മതിയാകില്ല. ഇവിടെ ഒരു പ്രധാന ചോദ്യമുണ്ട്. ദേശീയതയെക്കുറിച്ചുള്ള ചർച്ചയെ മതപരമായ വിഭജനത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടോ? വന്ദേമാതരം സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പ്രചോദനമായിരുന്നു എന്നത് ചരിത്രപരമായ വസ്തുതയാണ്. അതേസമയം അതിന്റെ ചില ചരണങ്ങളെക്കുറിച്ച് ചരിത്രപരമായി മതപരമായ എതിർപ്പുകളും ഉണ്ടായിട്ടുണ്ട്. അതിനാൽ ഇന്നത്തെ ചർച്ചയ്ക്ക് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, ദേശീയഗാനത്തോടുള്ള ബഹുമാനം. രണ്ട്, എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ദേശീയതയുടെ വ്യാഖ്യാനം. ഇവ രണ്ടും തമ്മിൽ ഏറ്റുമുട്ടേണ്ടതുണ്ടോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. ഇതിനൊപ്പം മറ്റൊരു രാഷ്ട്രീയ സംഭവവും ശ്രദ്ധേയമാണ്. ചെങ്കോട്ടയിലെ ഔദ്യോഗിക സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പ്രതിപക്ഷ നേതാക്കൾ തുടർച്ചയായി 2 വർഷവും വിട്ടുനിന്നു. 2024 പ്രതിപക്ഷ നേതാവിന്റെ ഇരിപ്പിടവുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഇതിന്റെ പശ്ചാത്തലമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതോടെ ദേശീയ ആഘോഷങ്ങൾ പോലും കേന്ദ്ര പ്രതിപക്ഷ രാഷ്ട്രീയ സംഘർഷത്തിന്റെ വേദിയാകുന്നുവെന്ന വിമർശനവും ശക്തമായി. ഒരു ഭാഗത്ത് ദേശീയ പ്രതീകങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള തർക്കം, മറ്റൊരു ഭാഗത്ത് ദേശീയ ആഘോഷങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്നതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയ തർക്കം. ഇവ രണ്ടും ചേർന്നപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ സന്ദേശമാണ് പുറത്തുവരുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദേശീയത തന്നെ ഇപ്പോൾ ശക്തമായ രാഷ്ട്രീയ മത്സരത്തിന്റെ കേന്ദ്രമാക്കി മാറുകയാണ്. വന്ദേമാതരം വിവാദം ഒടുവിൽ ഒരു പാട്ടിന്റെ എത്ര ചരണങ്ങൾ പാടണമെന്ന ചോദ്യം മാത്രമല്ല, ഇത് 3 വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ഒന്ന്, ദേശീയ പ്രതീകങ്ങളോട് രാഷ്ട്രീയ പാർട്ടികൾ എത്രമാത്രം ഉത്തരവാദിത്തോടെ പെരുമാറണം. 2, ചരിത്രപരമായ തീരുമാനങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലും അതേപടി തുടരണമോ. 3, ദേശീയതയെക്കുറിച്ചുള്ള ചർച്ചയെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ നിന്ന് എങ്ങനെ വേർതിരിക്കാം. BJP പറയുന്നത് ദേശീയതയിൽ വിട്ടുവീഴ്ച പാടില്ലെന്നാണ്. കോൺഗ്രസ് പറയുന്നത് അവരുടെ നിലപാട് ചരിത്രപരമായ തീരുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നാണ്. കേരള സർക്കാർ നിലവിലുള്ള പ്രോട്ടോകോൾ തുടരുന്നുവെന്നാണ് പറയുന്നത്. പക്ഷേ ജനങ്ങൾക്ക് മുന്നിലുള്ള ചോദ്യം ഇതാണ്. ദേശീയ ഗാനങ്ങളെയും ദേശീയ പ്രതീകങ്ങളെയും രാഷ്ട്രീയ തർക്കങ്ങളുടെ ഭാഗമാക്കുന്നതിന് പകരം അവയെ രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന പ്രതീകങ്ങളാക്കി നിലനിർത്താൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുമോ? വന്ദേമാതരം സദസ്സുകളിലൂടെ BJP ഈ ചോദ്യം ജനങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. ഇനി കേരളത്തിലെ രാഷ്ട്രീയ ചർച്ച ഏത് ദിശയിലേക്ക് പോകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. വാർത്തകൾ അറിയാനും ഏറ്റവും പുതിയ രാഷ്ട്രീയ ദേശീയ കേരള വാർത്ത കൃത്യമായി അറിയാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.